CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ജി സുധാകരൻ രംഗത്ത്. പാർട്ടിയുടെ മുകളിലിരിക്കുന്നവരാണ് പ്രസ്ഥാനത്തെ തകർക്കുന്നതെന്നും നിലവിൽ CPM-ൽ നിൽക്കാൻ കൊള്ളില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. CPM വിട്ടതിനു ശേഷം UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പുഴ ടൗൺ യൂണിറ്റ് വാർഷിക പൊതുയോഗ വേദിയിലായിരുന്നു മുൻമന്ത്രി കൂടിയായ സുധാകരന്റെ കടുത്ത ആക്ഷേപങ്ങൾ. CPM-ൽ ഇപ്പോൾ ആത്മവിമർശനമൊന്നുമില്ലെന്നും അത് വെറും പറച്ചിൽ മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തങ്ങൾ കെട്ടിപ്പടുത്ത പഴയ പ്രസ്ഥാനമല്ല ഇതെന്നും പാർട്ടി എന്ന പേര് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂവെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു. പൈസയുണ്ടാക്കലും ശാപ്പാടടിയും രാജ്യം ചുറ്റലുമാണ് ഇപ്പോഴത്തെ നേതാക്കളുടെ പണിയെന്നും അതുകൊണ്ടാണ് താൻ പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നതെന്നും സുധാകരൻ തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾ ജയിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ചെങ്ങന്നൂരിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് രാവിലെ 9 മണിക്ക് തന്നെ ജയിക്കുമായിരുന്നുവെന്നും അവിടെ LDF സ്ഥാനാർത്ഥി പറഞ്ഞയാളെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഇത് കോൺഗ്രസ് പരിശോധിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പുഴ ടൗൺ യൂണിറ്റ് വാർഷിക സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് N മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CPM-നോട് യോജിപ്പില്ലാത്തവർക്കും അതിൽ ചേരാമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കാരാണ്, CPM-ന്റെ പിന്നാളുകളല്ല. അതിനുള്ള താല്പര്യമുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി താല്പര്യമുള്ളവരാണ്. അതല്ലാതെ ചുവന്ന കൊടിയെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളവർക്കേ പാടുള്ളൂ, അങ്ങനെ ട്രേഡ് യൂണിയനേ പാടുള്ളൂ. പക്ഷെ ഡിവൈഎഫ്ഐയുടെ ചുവന്ന കൊടിക്ക് പാലും അവരുടെ കൊടിക്കപ്പം കെട്ടി. ഡിവൈഎഫ്ഐ ഓരോ കൊടി ചെങ്കൊടിയാണ്. അമ്പലപ്പുഴയിലെ ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കാൻ മിടുക്കന്മാരും എഴുത്തുകാരും അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇതിനെക്കുറിച്ച് അതിൽ ചേർത്ത് പുരോഗമന ആശയങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ തോന്നും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാം. അങ്ങനെയല്ല, ഒക്കെ കൂടെ നടക്കുന്നത് ആർക്കും ഉത്തരവാദിത്തമില്ല. ഇതൊരു വിപ്ലവം നമ്മൾ പറയുകയാണ്, ഓരോന്ന് പറയുകയാണ്. എതിരാളിയെ കൂട്ടി കാണിച്ച് അവരെ കുറ്റം പറയുകയാണ്. നമ്മുടെ കുറ്റം തിരുത്താതെ എതിരാളിയെ കുറ്റം പറയുന്നതുകൊണ്ടൊന്നും ഒരു ജനപിന്തുണയെ കുറ്റം പോകില്ല. അസാമാന്യമായ കഴിവല്ലേ ചില പാർട്ടിയെ തകർക്കാനുള്ള കഴിവ്. ആരാ തകർക്കുന്ന? ഓടിയിരിക്കുന്നവർ. ഏത് സീറ്റിൽ തോറ്റാലും കുഴപ്പമില്ല, അമ്പലപ്പുഴ നോക്കുന്നതാണ് പോകുന്നത് പറയുന്നത്. ജനങ്ങൾ എന്ത് ചെയ്തു? അമ്പലപ്പുഴ എന്നെ ജയിപ്പിച്ചു, ബാക്കി എല്ലാ സീറ്റിലും അവരെ പോകും. എവിടെ തോറ്റാലും കുഴപ്പമില്ല, ഇവിടെ സെക്രട്ടറി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ബുദ്ധിയില്ലാത്ത പ്രഖ്യാപനങ്ങളാണ്